ഇനി നമുക്ക് കണക്ടിവിറ്റിയെ കുറിച്ച് പറയും. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? കട്ട്സെറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞല്ലേ? കട്ട്സെറ്റിൻ്റെ 2 തിയറംസ് ഒക്കെ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? കണക്ടിവിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എഡ്ജ് കണക്ടിവിറ്റിയെ കുറിച്ചും വെർട്ടെക്സ് കണക്ടിവിറ്റിയെ കുറിച്ചും പഠിക്കാനുണ്ട്. ഇതെല്ലാം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് എഡ്ജ് കണക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഈ എഡ്ജ് കണക്ടിവിറ്റിയിലെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കട്ട്സെറ്റ് എഴുതാൻ പോവാ. ഇപ്പം എൻ്റെ ആദ്യത്തെ കട്ട്സെറ്റിൽ ഞാൻ എഫ് എഴുതി. ഇപ്പോൾ ഞാൻ ഈ എഫ് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് എന്തായി? ഡിസ്കണക്റ്റ് ആയി മാറിയല്ലേ? അടുത്തൊരു കട്ട്സെറ്റ് പറഞ്ഞാൽ ഞാൻ എഫ് പിന്നെ ഡിയും പിന്നെ ആരെ മാറ്റാം? സിയും കൂടെ ഞാൻ റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇത് ഡിസ്കണക്റ്റ് ആവുമല്ലേ? എങ്ങനെ ഡിസ്കണക്റ്റ് ആവും? എഫും സിയും ഇതും റിമൂവ് ചെയ്താൽ ഇത് ഇത്രയും ഒരു ഗ്രാഫ്, പിന്നെ ഇതാണ്ട് ഈ ഒരു V5 സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമല്ലേ? പിന്നെ V4 ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നുണ്ട്. V5 നമുക്കൊരു 3 പാർട്ടീഷൻ കിട്ടുന്നുണ്ടല്ലേ ഇവിടെ. പിന്നെ എനിക്ക് എസ് എന്ന് പറയുന്ന ഒരു കട്ട്സെറ്റിൽ എന്തൊക്കെ എടുക്കാം? ഞാൻ ഡിയും ഇയും എടുക്കാമെന്ന് വെച്ചോ. ഇപ്പോഴും എന്താവുന്നുണ്ട്? ഇത് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അതായത് 2 കമ്പോണൻ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്? കട്ട്സെറ്റുകളാണല്ലേ. ഇനി ഇതിലെ ഏറ്റവും സ്മാളസ്റ്റ് കട്ട്സെറ്റ് ഏതാ? സ്മാളസ്റ്റ് കട്ട്സെറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലേ. കാരണം എന്താണ്? ഇവിടെ ഒരു എഡ്ജേ വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ സ്മോളസ്റ്റ് കട്ട്സെറ്റ്. ഇനി എഡ്ജ് കണക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? നോക്കിക്കേ, ലാംഡ ജി ആണ് എഡ്ജ് കണക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ. നമ്മുടെ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് കട്ട്സെറ്റ് ഓഫ് ഗ്രാഫ് ജി. ഈ ജിയുടെ ഏറ്റവും സ്മോളസ്റ്റ് കട്ട്സെറ്റ്. സ്മോളസ്റ്റ് കട്ട്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. കാരണം ഇവിടെ ഒരു എഡ്ജേ വന്നിട്ടുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 എഡ്ജ് ഉണ്ട്, ഇവിടെ 3 എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം ഏതാണ്? ഇതല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സ്മോളസ്റ്റ് കട്ട്സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവണം. അതായത് ഒരു കട്ട്സെറ്റ് ആണെങ്കിൽ ആ ഗ്രാഫിന് അത് ഡിസ്കണക്റ്റ് ആവുമല്ലോ. അപ്പോൾ ആ ഗ്രാഫിനെ ഡിസ്കണക്റ്റ് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് മതി? ഈ ഒരു ഒറ്റ എഡ്ജ് കൊണ്ടും എനിക്ക് ഈ ഒരു ഗ്രാഫിനെ ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെന്താണ്? ഒരു കട്ട്സെറ്റാണ്. അതേപോലെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഡിസ്കണക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാംഡ ജി എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ജി ഈക്വൽ ടു എത്രയാണ്? 1 കിട്ടുന്നത്. 1 എങ്ങനെ വന്നു വെച്ചാൽ ഗ്രാഫിനെ ഡിസ്കണക്റ്റ് ആക്കുന്ന കട്ട്സെറ്റാണ് ഇത്. അതിൽ എത്ര എഡ്ജ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു എഡ്ജല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ മിനിമം ആയിട്ടുള്ള കട്ട്സെറ്റ്. ആ കട്ട്സെറ്റിൽ എത്ര എഡ്ജ് ഉണ്ട്? ഒരു എഡ്ജേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലാംഡ ഓഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതേ സെയിം ഡെഫിനിഷനാണ് വെർട്ടെക്സ് കണക്ടിവിറ്റി. വെർട്ടെക്സ് കണക്ടിവിറ്റി എന്താണ്? ഈ ഗ്രാഫിന് ഞാൻ എത്ര വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴാണ് മിനിമം ഏത് വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴാണോ അത് ഡിസ്കണക്റ്റ് ആകുന്നത്, അതായിരിക്കും അതിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി. ചിലപ്പം ഈ ഗ്രാഫ് ഇപ്പം എന്താണ്? ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ചിലപ്പോൾ ഇത് ഡിസ്കണക്റ്റ് ആകുമെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്താണ്? 1 ആയിരിക്കും. ഇപ്പോൾ 2 ഗ്രാഫെങ്കിലും മിനിമം ഞാൻ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്താലേ ഇത് ഡിസ്കണക്റ്റ് ആവത്തുള്ളെങ്കിൽ 2 ആയിരിക്കും അതിൻ്റെ വേർട്ടെക്സ് കണക്ടിവിറ്റി. അപ്പം ഈ ഒരു ഗ്രാഫിൻ്റെ വേർട്ടെക്സ് കണക്ടിവിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഈ V1 V3 റിമൂവ് ചെയ്ത് എന്താണ്? വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? കൂടെ അതിൻ്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എഡ്ജും അങ്ങ് പോകില്ലേ. അപ്പോൾ ഈ എഡ്ജും ഈ എഡ്ജും ഇവിടെ പോയി, ഇവിടെ ഈ എഡ്ജും പോയി. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഗ്രാഫ് V2 ഇവിടെ V4 ഇവിടെ 2 ആയിട്ട് പാർട്ടീഷനായല്ലേ. ഞാൻ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്യും. ഇപ്പം ഞാൻ V1 മാത്രമാണ് റിമൂവ് ചെയ്യുന്നെങ്കിൽ ഈ V1 ഇരിക്കുന്ന ഇതും പോകും, ഇതും പോകുമല്ലേ. ഒരു 3 പേരും അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും എൻ്റെ ഗ്രാഫ്. ഇതെന്താണ്? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് അല്ലേ. മാക്സിമം എത്ര വെർട്ടെക്സ് റിമൂവ് ചെയ്താലേ മിനിമം 2 വെർട്ടെക്സ് എങ്കിലും റിമൂവ് ചെയ്താലേ ഇത് ഡിസ്കണക്റ്റ് ആവുന്നുള്ളൂ. നമ്മൾ ആദ്യം ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് നോക്കിയല്ലേ. അപ്പോൾ ഇതെന്തായില്ല? ഡിസ്കണക്റ്റ് ആയില്ല. അടുത്ത 2 റിമൂവ് ചെയ്ത് നോക്കി, അപ്പോഴാണ് ഇത് ഡിസ്കണക്ട് ചെയ്തത്. അപ്പം മിനിമം എത്ര വെർട്ടെക്സസ് ഇതിന് റിമൂവ് ചെയ്താലാണ് ഇത് ഡിസ്കണക്റ്റ് ആവുന്നത്? 2 വെർട്ടെക്സ് ആണ്. അപ്പം ഇതിനെ വെർട്ടെക്സ് കണക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് K. അപ്പോൾ K ഓഫ് G ഈസ് ഈക്വൽ ടു എന്താണ്? 2 എന്ന് പറയാം. ഇതേ ഗ്രാഫിൽ നമുക്ക് വേണമെങ്കിൽ എഡ്ജ് കണക്ടിവിറ്റി നോക്കാം. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാലും എന്താണ്? മിനിമം കട്ട്സെറ്റ് നോക്കണം. ഇപ്പം ഞാൻ ഈ ഒരു എഡ്ജ് മാത്രം റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരിക്കലും ഡിസ്കണക്റ്റ് ആവത്തില്ല. ഇപ്പം ഞാൻ ഇത് മാത്രം റിമൂവ് ചെയ്താൽ ഇത് ഡിസ്കണക്റ്റ് ആവത്തില്ലല്ലേ. ഈ ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത. അപ്പം ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്താൽ ഒരിക്കലും ഇത് ഡിസ്കണക്റ്റ് ആവുന്നില്ല. ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ. ഇനിയിപ്പോൾ ഞാൻ 2 എഡ്ജ് റിമൂവ് ചെയ്യും. ഇപ്പം ഈ 2 എഡ്ജ് റിമൂവ് ചെയ്താൽ ഇതെങ്ങനെ മാറും? ഇതിങ്ങനെ നിൽക്കും, പിന്നെ ഇങ്ങനെ നിൽക്കുമല്ലേ ഒരു ഗ്രാഫ്. അപ്പോൾ ഇത് 2 ആയിട്ട് മാറി. അപ്പം മിനിമം കട്ട്സെറ്റ് എന്താണ്? 2 ആണല്ലേ. അപ്പം ലാംഡ ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ലിസ്റ്റ് എനി 5 ഡിഫറെൻറ്റ് കട്ട്സെറ്റ് ആൻഡ് ഡിറ്റർമിൻ എഡ്ജ് കണക്ടിവിറ്റി. അപ്പം നമുക്ക് ആദ്യം ഇതിൽ ഒരു 5 കട്ട്സെറ്റ് കണ്ടുപിടിക്കാമല്ലേ. ഇപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് എടുക്കുകയാണ്. ഏതൊക്കെ? ഇവിടെ ഞാനിപ്പം E1ഉം E2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ V1 ഒറ്റയ്ക്ക് എടുക്കും. ബാക്കി ഇത് ഇത്രയും ഒരു ഗ്രാഫായിട്ട് നിൽക്കുമല്ലേ. അപ്പം E1 E2 എന്ന് പറയുന്നത് ഒരു കട്ട്സെറ്റാണ്.
ആദ്യം നമ്മൾ നോക്കണം ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഡിസ്കണക്ട് ആവുന്നുണ്ടോ. ഞാൻ ഇപ്പോൾ V1 മാത്രം റിമൂവ് ചെയ്തത് ഒരിക്കലും ഡിസ്കണക്ട് ആവില്ല. ഇപ്പോൾ V3 റിമൂവ് ചെയ്താലും ഇതെന്താവുന്നില്ല, ഡിസ്കണക്ട് ആവുന്നില്ല. E4 റിമൂവ് ചെയ്താൽ ഇതെന്താവുന്നില്ല, ഡിസ്കണക്ട് ആവുന്നില്ല. E5 മാത്രം റിമൂവ് ചെയ്താലും ഡിസ്കണക്ട് ആവും. ഞാൻ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഒരിക്കലും ഈ ഒരു ഗ്രാഫ് ഡിസ്കണക്ട് ആവില്ല. മിനിമം എനിക്ക് 2 എണ്ണമെങ്കിലും ഞാൻ റിമൂവ് ചെയ്തപ്പോഴല്ലേ ഇത് ഡിസ്കണക്ട് ആയത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം 5 കട്ട് സെറ്റ് എഴുതണം കേട്ടോ. എന്നിട്ട് നമ്മൾ എഡ്ജ് കണക്ടിവിറ്റി പറഞ്ഞാൽ മതി. ഇനി എനിക്ക് എന്ത് എഴുതാം, E3 E9, E3യും E9ഉം എടുക്കുകയാണെങ്കിൽ ഇതൊരു കമ്പോണൻ്റ് ആവും. പിന്നെ ഇതാണ്ടേ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ആവും. അങ്ങനെ 2 കമ്പോണൻ്റ്. അപ്പോൾ E3 E9 ഒരു കട്ട് സെറ്റാണ്. ഇനി വേറെ ഏതെഴുതാം, E3 E5 E6 E4. ഇത് ഇത്ര E3 E5 E6 E4 ഇത്ര റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഇത് ഇത്രയും ഒരു ഇതാവും അല്ലേ. ഇതെല്ലാം പോയി. പിന്നെ ഇതാണ്ടേ ഇവിടുന്ന് ഇങ്ങനൊരു പാർട്ടീഷൻ കാണും. അപ്പോൾ ഏതാണ് E3 E5 E6 E4. ഓക്കെ, ഇത് 3 ഞാൻ ചെയ്തിട്ടുണ്ട്, 2 നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് 5 കട്ട് സെറ്റ് നമ്മൾ ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി എന്താണ് എഡ്ജ് കണക്ടിവിറ്റി കണ്ടുപിടിക്കണം. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിനിമം കട്ട് സെറ്റ് ഏതാണോ, ഇതിൽ മിനിമം കട്ട് സെറ്റ് എന്ന് പറയുന്നുണ്ട് 2 എഡ്ജ് വരുന്നതാണ്. അപ്പം എൻ്റെ ലാംഡ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ 2 ആയിരിക്കും. ലാംഡ ജി എന്ന് പറഞ്ഞാൽ ആ കട്ട് സെറ്റിൽ എത്ര എഡ്ജ് ഉണ്ടെന്ന് നോക്കണം. ഇതാണ് എൻ്റെ മിനിമം കട്ട് സെറ്റ്, ഇതിൽ 2 എഡ്ജാണുള്ളത്. അപ്പോൾ എൻ്റെ ലാംഡ ജി എന്ന് പറയുന്നത് 2 ആണ്. ഇനി നോക്കിക്കേ, സെപ്പറബിൾ ഗ്രാഫ്സും നോൺ സെപ്പറബിൾ ഗ്രാഫും. ഇതും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചത്, എല്ലാം ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ, ഒരു കണക്റ്റഡ് ഗ്രാഫ്, ആ ഗ്രാഫിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴാണ് ആ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നത്. അതായത് അതിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി 1 ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫുകളാണ് സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഈ ഒരു വെർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്താൽ ഈ എഡ്ജും പോവും, ഈ എഡ്ജ് പോവും, ഈ എഡ്ജ് പോവും, ഈ എഡ്ജ് പോവും. അപ്പം ഈ ഗ്രാഫ് എങ്ങനെ മാറും, ഇങ്ങനെ ഇതും ഇങ്ങനെ കിട്ടുമല്ലേ, 2 ആയിട്ട് അത് ഡിസ്കണക്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്തായിരിക്കും, വെർട്ടെക്സ് കണക്ടിവിറ്റി എങ്ങനെ K ഓഫ് G, വെർട്ടെക്സ് കണക്ടിവിറ്റി 1 ആയിരിക്കില്ല. അങ്ങനെ വെർട്ടെക്സ് കണക്ടിവിറ്റി 1 ഉള്ള ഗ്രാഫുകളെയാണ് സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. നോൺ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടെക്സ് കണക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ 1, അതായത് 2 അതിന് മുകളിലും ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുക്കുമെങ്കിൽ ഇവിടെ ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത ഇത് ഒരിക്കലും എന്താവുന്നില്ല, ഡിസ്കണക്ട് ആവുന്നില്ലല്ലേ. ഇവിടെ അറ്റ്ലീസ്റ്റ് എനിക്ക് 2 വെർട്ടെക്സ് എങ്കിലും ഞാൻ റിമൂവ് ചെയ്താലേ ഈ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുള്ളൂ. എങ്ങനെ ഡിസ്കണക്ട് ആവും, V2 V4 ഇങ്ങനെ ഡിസ്കണക്ട് ആവുമല്ലോ ഈ ഗ്രാഫ്. കാരണം V1 പോകുമ്പോൾ ഈ എഡ്ജസും പോകും, V3 പോകുമ്പോൾ ഈ എഡ്ജസ് പോകും, അങ്ങനെ ഇങ്ങനെ ഡിസ്കണക്ട് ആവും. ഇതിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്താണ്, ഇതിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അതെന്താണ്, വെർട്ടെക്സ് കണക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത് 2 ആണ്. അപ്പം ഇങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നോൺ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിക്കുക, അതിൻ്റെ കൂടെ എക്സാമ്പിൾ എഴുതാൻ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഇനി അടുത്തൊരു തിയറം നമുക്ക് പഠിക്കാം. ഈ തിയറം പറയുന്നത് എന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ കാണിക്കാം. നോക്കിക്കേ, അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാം. ഈ ഗ്രാഫിൻ്റെ എഡ്ജ് കണക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ വെർട്ടെക്സ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ABCD എന്ന് ഞാൻ തൽക്കാലം പേര് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്താണ് ഇതിൻ്റെ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുമ്പം ABCD, ഓക്കെ, ഇത് E. ഇനി ഇതിൻ്റെ എഡ്ജ് കണക്ടിവിറ്റി എനിക്ക് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കട്ട് സെറ്റ് ഞാനിപ്പം ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് എന്താവുന്നുണ്ട്, ഡിസ്കണക്ട് ആവുന്നുണ്ടല്ലേ. ഇത് ഇത്രയും ഒരു പാർട്ടും ഈ D എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിനിമം കട്ട് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എന്താണ്, ലാംഡ ഓഫ് G എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും എന്ന് കിട്ടി. പിന്നെ നമ്മുടെ തിയറം അനുസരിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പം ഈ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എടുത്ത്, ഇപ്പോൾ Aയുടെ ഡിഗ്രി 2 ആണ്, ഇവിടെ 2 ആണ്, ഇത് 2 ആണ്, ഇതിൻ്റെ ഡിഗ്രി 3 ആണ്, ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. ഇതിൽ ഏറ്റവും മിനിമം ഡിഗ്രി ഉള്ളത് ആർക്കാണ്, Dക്കാണ്. Dയുടെ ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പം ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രി ഉള്ള ആർക്കാണ്, D ആണ്. തിയറം പറയുന്നത് വെച്ചിട്ട് ഇതിൽ മിനിമം ഡിഗ്രി ഉള്ള വെർട്ടെക്സ് എന്താണ്, D ആണ്. അപ്പോൾ നമ്മുടെ ഈ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു ഡിഗ്രീനെ കാട്ടി എന്താവാൻ പാടില്ല, കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ ഗ്രാഫ് G കനോട്ട് എക്സീഡ് ദ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് വിത്ത് ദ സ്മോളസ്റ്റ് ഡിഗ്രി ഇൻ G. അപ്പോൾ ഈ G എന്ന് പറയുന്ന ഗ്രാഫിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രി ഉള്ള വെർട്ടെക്സ് D ആണ്. ഇതിനേക്കാൾ എന്ത് കൂടാൻ പാടില്ല, ലാംഡ G ഇതിനേക്കാൾ ഒരിക്കലും കൂടാൻ പാടില്ല. സെയിം വരല്ലേ, കണ്ടു, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഇതിനേക്കാൾ എന്ത് ആവാൻ പാടില്ല, കൂടാൻ ഒരിക്കലും പാടില്ല കേട്ടോ.
അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ എഴുതുക. എൻ്റെ ലാംഡ ജി എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. ഏതാണ്? സ്മോളസ്റ്റ് ഡിഗ്രി ഇൻ ജി ആണ്. സ്മോളസ്റ്റ് ഡിഗ്രി ഇൻ ജീനെ ഞാൻ എങ്ങനെ എഴുതിക്കും? മിനിമം ഓഫ് ഡിഗ്രി ഞാൻ എന്താണ് ഡെൽറ്റ വി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ലാംഡ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ വി എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ എന്താണ് പറയുകയാണ്, ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്, അതിലെ മിനിമം ഡിഗ്രി ഉള്ള ഒരു വെർട്ടെക്സ് ആണ് വി. അപ്പോൾ ഇതാണ് എൻ്റെ വി എന്ന് വെച്ചു. അപ്പോൾ ഈ വിയുമായിട്ട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിമൂവ് എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് ദാറ്റ് ആർ ഇൻസിഡൻറ്റ് ഓൺ വി, ദിസ് എഡ്ജ് വിൽ ഫോം എന്താണ് കട്ട് സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് എഴുതുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം വി എന്നാണ് ജനറലി എടുത്തേക്കുന്നത്. ഇപ്പം എൻ്റെ ഈ ഡി ഇപ്പം വി ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം ഈ ഒരു വെർട്ടെക്സ് എടുക്കുവാണെങ്കിൽ എന്താണ് ഇതുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത് നിൽക്കുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ല. അപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്തു അല്ലേ. അപ്പം ഈ ഗ്രാഫ് എന്തായി ഡിസ്കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ആ എഡ്ജ് എന്ന് പറയുന്ന ഒരു കട്ട് സെറ്റ് ആണെന്ന് മനസ്സിലായി. ഈ ഗ്രാഫ് അനുസരിച്ച് നമുക്ക് മനസ്സിലായി നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ കട്ട് സെറ്റും ഡിഗ്രി ഓഫ് വിയും ഈക്വൽ ആണല്ലേ. നമ്മുടെ ഡിഗ്രി ഓഫ് വി എന്തായിരുന്നു? 1 ആണ്. കട്ട് സെറ്റിലെ എഡ്ജ് അതായത് നമ്മുടെ ലാംഡ ജി എന്ന് പറയുന്നതും 1 ആണ്. രണ്ടും എന്താണ് ഈക്വൽ ആണെന്ന് കിട്ടിയല്ലേ. എഡ്ജ് കണക്ടിവിറ്റി ഓഫ് ഗ്രാഫ് എന്താണ്? എഡ്ജ് കണക്ടിവിറ്റി ഒബ്റ്റെയിൻ ചെയ്യുന്നത് മിനിമം കട്ട് എഡ്ജ് ഏതാണോ അതിൽ എത്ര എഡ്ജ് ഉണ്ട് അത് നോക്കിയാൽ മതി, നമുക്ക് എഡ്ജ് കണക്ടിവിറ്റി കിട്ടും. അതൊരിക്കലും ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രിയേക്കാൾ എക്സീഡ് ആവാം, വെർട്ടെക്സിൻ്റെ ഡിഗ്രിയേക്കാൾ എക്സീഡ് ആവാൻ പാടില്ല. നമ്മുടെ ഇവിടെ ഇപ്പം നമ്മൾ എടുത്ത ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് ഇവിടെ 1 ആണ്, ഇവിടെ 1, രണ്ടും ഈക്വലേ ആയുള്ളൂ. ഒരിക്കലും അത് എക്സീഡ് ആവുന്നില്ല അല്ലേ. അപ്പം നമുക്ക് പറയാം ലാംഡ ജി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്മോളസ്റ്റ് ഡിഗ്രി ഓഫ് സ്മോളസ്റ്റ് ഡിഗ്രി ഇൻ ജീനെയാണ് ഞാൻ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ